ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. ഈ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്നുള്ളത് മെഷർമെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉപയോഗിക്കുന്ന അളവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ അളക്കുക എന്നത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ മെഷർമെൻറ്റ് എന്നുള്ളത് നമ്മുടെ സകല മേഖലയിലും ഉപയോഗിക്കുന്നതാണ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെ ഈ പറയുന്ന മെഷർമെന്റ് നമ്മൾ ചെയ്യാറുണ്ട്, ഒരു അളവ് നിശ്ചയിക്കാറുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അളവ് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു ലോകക്രമത്തിൽ അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇനി എന്തെല്ലാം തരത്തിലുള്ള അളവുകളാണ് നമുക്കുള്ളത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പണ്ടു കാലത്തുണ്ടായിരുന്ന അളവുകളല്ല ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ നമ്മൾ മോഡേൺ ആയിട്ടുള്ള അളവ് കോലുകൾ, സ്കെയിലുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും നായിക എന്ന് കേട്ടിട്ടുണ്ട്. അതായത് അര നായിക നേരം അല്ലെങ്കിൽ ഒരു നായിക നേരം, 4 നായിക നേരം എന്നൊക്കെ പറയാറുണ്ട്. ഈ നായിക ദൂരം അല്ലെങ്കിൽ അതുപോലെ തന്നെ അളവുകൾ തൂക്കുമ്പോൾ ഒരു റാത്തൽ എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള അളവുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ അത്തരം അളവുകൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ പണ്ട് ഉപയോഗിച്ചിരുന്ന അളവുകളല്ല ഇപ്പോൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ദൂരത്തെ അളക്കാൻ കിലോമീറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില നാടുകളിൽ മൈലുകളാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ ഫർലോങ് എന്നുള്ള അളവുകൾ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള അളവുകളും നമ്മൾ ഉപയോഗിച്ചിരുന്നുണ്ട്, ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ നോക്കിയിട്ടും അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടും നമ്മൾ അളവുകൾ പറയാറുണ്ട്. ഒരു ചാൺ എന്ന് പറയാറുണ്ട്, ഒരു അടി എന്ന് പറയാറുണ്ട്, അതുപോലെ ഒരു മുയം എന്ന് പറയാറുണ്ട്, ഇങ്ങനെ ഒരു ഇഞ്ച് എന്ന് പറയാറുണ്ട്. ആ ഇഞ്ചിന്റെ അടിസ്ഥാനമാക്കുമ്പോൾ നമ്മൾ വിരലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള അളവുകൾ നമ്മൾ ഇന്നും ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പോൾ ശരീരത്തിനെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ വരുമ്പോൾ ഒരു വലിയ വ്യക്തിയുടെ അല്ലെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ അളവായിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവുക. അപ്പൊ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. അവിടെയാണ് നമ്മൾ യൂണിറ്റിന്റെ പ്രസക്തി വരുന്നത്. ഇപ്പൊ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പൊ നോക്കൂ, എ എന്ന് പറയുന്ന എയും ബിയും, ഈ രണ്ട് വ്യക്തികൾ, എ എന്ന് പറയുന്ന ഒരു വ്യക്തി, ബി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ രണ്ട് വ്യക്തികൾ 100 അകലെയാണ് എന്നാണ് മറ്റൊരു വ്യക്തി പറയുന്നത്. ഇപ്പൊ 100 അകലെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകില്ല. ഈ പറയുന്ന വ്യക്തി 100 സെന്റിമീറ്റർ അകലെ ആയിരിക്കാം, അല്ലെങ്കിൽ 100 മീറ്റർ, അല്ലെങ്കിൽ 100 കിലോമീറ്റർ, 100 ഫർലോങ്, എത്ര ആണ് എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ എത്ര അകലെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സംഖ്യക്ക് ശേഷം വരുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മീറ്റർ ആകാം, സെന്റിമീറ്റർ ആകാം, മില്ലിമീറ്റർ ആകാം, ഇങ്ങനെ പല വിധത്തിലുള്ളത് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു സാധനം നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ഇത് 3.5 ഉണ്ട് എന്ന് പറയുന്നു. ഈ 3.5 എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അത് 3.5 കിലോഗ്രാം ആകാം, ടൺ ആകാം, ഇങ്ങനെ കിൻഡൽ ആകാം, ഏത് അളവുമാകാം. ഇങ്ങനെ ഈ പറയുന്ന അളവുകളെ അടിസ്ഥാനമാക്കി അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അത് പ്രസ്താവിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് യൂണിറ്റ് എന്നുള്ളത്. ഇങ്ങനെ യൂണിറ്റ് പറയുമ്പോഴും മറ്റൊരു പ്രശ്നമുണ്ട്. ഒരു നാട്ടിലുള്ള യൂണിറ്റ് ആയിരിക്കില്ല മറ്റൊരു നാട്ടിലുണ്ടാവുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കിലോമീറ്റർ ചില നാടുകളിൽ ഉപയോഗിക്കുമ്പോൾ മറ്റു ചിലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് മൈൽ എന്നുള്ള അളവുകളാണ്. അതുപോലെ തൂക്കത്തിനും പൗണ്ട് എന്നുള്ള അളവുണ്ട്, ഔൺസ് എന്നുള്ള അളവുണ്ട്, കിലോഗ്രാം ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അളവുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷന് പ്രശ്നം വരുന്നു. ഒരു നാട്ടിലുള്ള അളവായിരിക്കില്ല മറ്റൊരു നാട്ടിലുണ്ടാവുക. അത് പലപ്പോഴും പ്രശ്നമുണ്ടാകും. ഈ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ SI യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത്. ഈ SI യൂണിറ്റുകൾ സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. ഈ ഇന്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 7 എണ്ണമാണ് ഉള്ളത്. ഈ 7 ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അളവുകളാണ് ഈ പറയുന്ന 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ
ലെങ്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മീറ്റർ എന്നുള്ളത്, അതുപോലെ മാസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കിലോഗ്രാം എന്നുള്ളത്, കറണ്ടിൻ്റെ അളവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആംബിയർ എന്നുള്ളത്, അതുപോലെ സമയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സെക്കൻഡ്, ഇവയെല്ലാം നമ്മൾ പറഞ്ഞു വരുന്ന ഈ പറയുന്ന SI യൂണിറ്റുകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇനി ഈ SI യൂണിറ്റുകളെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാം. നമ്മൾ പലപ്പോഴും SI യൂണിറ്റുകളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന അതിൽ ഓരോന്ന് എടുത്തു നോക്കുമ്പോൾ, നമ്മൾ ഈ പറയുന്ന മീറ്ററുകളെ കുറിച്ച് പറയുമ്പോൾ കിലോമീറ്റർ പറയാറുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്ത് സെന്റിമീറ്ററും മില്ലിമീറ്റർ ഒക്കെ പറയാറുണ്ട്. ഇവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇവ തമ്മിൽ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. SI യൂണിറ്റുകൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കൺവേർഷൻ വരുന്നത് എന്നാണ് നമുക്ക് നോക്കുന്നത്. നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്ന ലെങ്ത് എന്നുള്ള ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് ആണ് മീറ്റർ എന്നുള്ളത്. നമ്മൾ സാധാരണ അതിനെ സൂചിപ്പിക്കാറുണ്ട് സ്മോൾ ലെറ്റർ M കൊണ്ടാണ്. അപ്പോൾ ഇത്ര മീറ്റർ എന്ന് പറയാറുണ്ട്. അതിൻ്റെ മറ്റൊരു യൂണിറ്റ്, SI യൂണിറ്റ് അല്ലാത്ത മറ്റൊരു യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കാറുള്ള കിലോമീറ്റർ എന്നുള്ളത്. അതിന് നമ്മൾ KM എന്ന് സൂചിപ്പിക്കാറുണ്ട്, അതുപോലെ സെന്റിമീറ്റർ സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ നമ്മളോട് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് 2.5 കിലോമീറ്റർ എന്നുള്ളത്. ശ്രദ്ധിക്കുക, 2.5 കിലോമീറ്റർ എന്നുള്ളത് ഇത് എത്ര മീറ്റർ ആണ് എന്നായിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നോക്കൂ, 2.5 കിലോമീറ്റർ എത്ര മീറ്റർ ആണ് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അതിനു മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഒരു കിലോമീറ്റർ 1000 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 2.5 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഈ 2.5 × 1000 ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ നമുക്കത് എത്ര കിട്ടും? 2500 മീറ്റർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, 2.5 കിലോമീറ്റർ എന്നുള്ളത് 2500 മീറ്റർ ആണ്. ഇതാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു വെർഷൻ നോക്കാം. അതായത് 3700 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് എത്ര കിലോമീറ്റർ ആണ് എന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. 3700 ആണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് എത്ര വരാം? 3.7 കിലോമീറ്റർ ആയിരിക്കും. ഇങ്ങനെയാണ് മീറ്ററിൻ്റെയും കിലോമീറ്ററിൻ്റെയും കൺവേർഷൻ നടക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ചെയ്യാറുള്ള മറ്റൊരു വെർഷൻ കൂടി നോക്കാം, സെക്കൻഡും മിനിറ്റും ഒക്കെ. അതായത് സമയം എന്നുള്ള ഒരു അളവിൻ്റെ SI യൂണിറ്റ് ആണ് സെക്കൻഡ് എന്നുള്ളത്. ഈ സെക്കൻഡ് മാത്രമല്ല, നമ്മൾ മണിക്കൂർ പറയാറുണ്ട് അല്ലേ? അതായത് മിനിറ്റ് പറയാറുണ്ട്, ഒരു മിനിറ്റ് എന്നുള്ളത് പറയാറുണ്ട്. ഇവിടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ SI യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, ഒരു മിനിറ്റ് എന്നുള്ളത് 60 സെക്കൻഡാണ്. ഒരു മണിക്കൂർ എന്നുള്ളത് 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ 4 മിനിറ്റ് എന്നുള്ളത് എത്ര സെക്കൻഡ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പറയും? വളരെ സിമ്പിളാണ്. 4 × 60. 4 × 60 എത്രയാണ്? 240 സെക്കൻഡ്. 240 സെക്കൻഡാണ് ഈ പറയുന്ന 4 മിനിറ്റ് എന്നുള്ളത്. 240 സെക്കൻഡ്. ഓക്കെ. ഇനി ഇത്തരത്തിലാണ് നമ്മൾ ഈ പറയുന്ന സെക്കൻഡുകളും മിനിറ്റും കൺവേർട്ട് ചെയ്യാറുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറയുന്ന SI യൂണിറ്റുകൾ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന SI യൂണിറ്റുകളൊക്കെ ഉണ്ട്, അതിൻ്റെ കൺവേർഷൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കിലോഗ്രാമും അതുപോലെ തന്നെ ഗ്രാമും തമ്മിലുള്ള കൺവേർഷൻ, കിൻഡലും അതുപോലെ തന്നെ ടണ്ണും ഈ കിലോഗ്രാമും ഈ ഗ്രാമും എല്ലാം തമ്മിലുള്ള കൺവേർഷൻ എങ്ങനെയാണ്, സെക്കൻഡും മിനിറ്റും ഹവറും തമ്മിലുള്ള കൺവേർഷൻ എങ്ങനെയാണ്, സെന്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള, അല്ലെങ്കിൽ സെന്റിമീറ്ററും മീറ്ററും കിലോമീറ്ററും തമ്മിലുള്ള കൺവേർഷൻ എങ്ങനെയാണ്, അതുപോലെ ആംബിയർ എന്നുള്ള നമ്മുടെ അളവ്, കറണ്ടിന്റെ ആംബിയർ എന്നുള്ള SI യൂണിറ്റ് അതെങ്ങനെയാണ് ഉപയോഗിക്കാം, ഇത്തരത്തിലുള്ള മറ്റു കാര്യങ്ങൾ, SI യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ കൂടി നമുക്ക് വിശദമായിട്ട് അറിയാൻ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ നമ്മൾ നമ്മുടെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി, നമ്മുടെ ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.